ഒരു മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഗൗരിയുടെ കുമാരി പൂജയാണ് കേട്ടോ. അപ്പൊ ഗൗരി രാവിലെ അമ്പലത്തിൽ കൊണ്ടുപോകണം കുമാരി പൂജയ്ക്ക്. അപ്പൊ രാവിലെ എണീറ്റ് നിന്നുള്ള ഒട്ടപ്പാച്ചിലൊന്നും അല്ല, ചുമ്മാ കറക്കാം. കാരണം രാവിലെ കാപ്പി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഗൗരി മുടന്തി പോകുന്നത്. ഗൗരി ഇന്നലെ സൈക്കിളിൽ നിന്ന് വന്ന് മറിഞ്ഞു വീണ് മുട്ട് നന്നായിട്ട് ഒരഞ്ഞിട്ടുണ്ട്. ഒരു മുട്ട് നല്ല ഒരഞ്ഞ്, ഒരു മുട്ട് ഭാഗികമായി ഒരഞ്ഞ്. അപ്പോൾ ഒരഞ്ഞ് മുട്ടും വെച്ചിട്ട് എങ്ങനെ അവിടെ പോയി ഇരിക്കും എന്നൊക്കെ ഓർത്തുള്ള കൺഫ്യൂഷനാണ്. അപ്പൊ ഇന്ന് രാവിലെ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പമാണ്. അപ്പവും ഒരു വെജിറ്റബിൾ കുറുമയും. വെജിറ്റബിൾ കുറുമയല്ല, വെജിറ്റബിൾ സ്റ്റൂ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കൊടുക്കുന്നത്. കടലയൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പവും കടല ഇഷ്ടമല്ല, ദോശയും കടലയാണ് ഇഷ്ടം. അപ്പം ഞാൻ രാവിലെ എണീറ്റ് കാപ്പി ഇടുവാണ്. ഇന്നത്തെ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്, കാരണം നമ്മൾ കാപ്പി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഉച്ചയ്ക്ക് ഫുഡ് ഞങ്ങൾക്ക് അമ്പലത്തിൽ നിന്ന് കഴിക്കാം, അപ്പം അച്ഛൻ പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ കാപ്പി ഇട്ടു. രാവിലെ ഇവിടെ ചായ ഇടുന്ന പതിവില്ല, രാവിലെ കട്ടൻ കാപ്പിയാണ്. അപ്പം ഞാൻ ആ കാപ്പി കൊണ്ട് അച്ഛന് കൊടുക്കാനായിട്ട് പോവുകയാണ്. പിന്നെ ഞാൻ എന്താ സോഡാപ്പൊടിയാണ് കേട്ടോ. ഇന്നലെ ഞാൻ ആട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ. മെനങ്ങാന്നിട്ട് ആട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. കാരണം ഇന്നലെ ഇട്ടില്ല, ഇന്നലെ പുട്ടുണ്ടായിരുന്നുകൊണ്ട് പുട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ആ മാവ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. പിന്നെ ഞാനൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ആ മാവൊന്ന് കലക്കി പിന്നെ സോഡാപ്പൊടി ഇടും. ഞാൻ ഈസ്റ്റ് ഇട്ടില്ല, കാരണം എനിക്ക് ഈസ്റ്റ് ഇടുമ്പോൾ എന്തോ ഇവിടെ പിള്ളേർക്ക് ഈസ്റ്റ് ഇട്ട് ഉണ്ടാക്കുന്ന അപ്പത്തിനോട് വലിയ ഒരു താല്പര്യമില്ല, അത് കാണിക്കും. അപ്പം ഞാൻ കുറച്ച് സോഡാപ്പൊടി ഇടുമ്പോഴത്തേക്ക് വലിയ കുഴപ്പമില്ല. പിന്നെ സോഡാപ്പൊടി ഇടുമ്പോൾ അറ്റമൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വരും. എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കുറച്ച് സോഡാപ്പൊടി ഇട്ട് അതിനെ അങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ അതേണ്ട വെജിറ്റബിൾ സ്റ്റൂ വെക്കാൻ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾ എല്ലാം എടുത്ത് വെച്ച് കിഴങ്ങ്, തക്കാളി, ഉള്ളി, ക്യാരറ്റ്, ബീൻസ്, പിന്നെ കുറച്ച് പച്ചമുളക് ഇതെല്ലാം കൂടെ ഇട്ടാണ് വെക്കുന്നത്. ആദ്യം ഞാൻ ഗ്രീൻ പീസ് കഴുകി ഇന്നലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു. ആ ഗ്രീൻ പീസ് ഞാൻ നേരത്തെ എടുത്ത് കുക്കറിനകത്തോട്ട് വെച്ചു. ഇതിനിടയ്ക്ക് ഇച്ചിരി കാപ്പിയും കുടിക്കുന്നുണ്ട്. അപ്പൊ ആദ്യമേ ഗ്രീൻ പീസ് ഒരു 3-4 വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് അത് വെന്തിരിക്കും. ഇതിന്റെ കൂടെ ഇട്ട് വേവിക്കുമ്പോഴത്തേക്ക് ഗ്രീൻ പീസ് വെന്ത് വെന്ത് പോത്തില്ല. അപ്പോഴത്തേക്ക് വെജിറ്റബിൾ വെന്തങ്ങോടഞ്ഞും പോകും. അതുകൊണ്ടാണ് ഇതേ കുക്കറിൽ ഇരുന്ന് ഗ്രീൻ പീസ് വേവുന്നത്. ഒരു 3-4 വിസിൽ കേൾപ്പിച്ച്, അത് ചില ഗ്രീൻ പീസ് ആണെങ്കിൽ 2-3 വിസിൽ കേൾപ്പിച്ചാൽ മതി. ഇത് ഇത്തിരി വേവുള്ളതായതുകൊണ്ട് ഒരു 3-4 എണ്ണം കേൾപ്പിക്കണം. പിന്നെ ഞാൻ മലക്കറിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് അരിഞ്ഞൊക്കെ എടുത്തു. അരിഞ്ഞ് പെറുക്കിയൊക്കെ വെച്ച് കുക്കറിനകത്തോട്ട് തന്നെ അങ്ങ് ഇട്ട് വേവിക്കത്തതേ ഉള്ളൂ. ഞാൻ എണ്ണയിലൊന്നും അങ്ങനെ വാട്ടിയെടുക്കാറില്ല. ചില സമയത്ത് എണ്ണയ്ക്കകത്ത് വാട്ടിയെടുക്കും. അത് ഈ വെജിറ്റബിൾ കുറുമ കണക്ക് വെക്കുവാണെങ്കിൽ വാട്ടിയെടുക്കും. ഈ സ്റ്റൂ കണക്ക് വെക്കുമ്പോൾ അങ്ങനെ വാട്ടാനൊന്നും നിൽക്കത്തില്ല. അരിഞ്ഞ് അതിനകത്തോട്ട് തന്നെ അങ്ങ് ഇടും. അപ്പം നമ്മൾ വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞെടുത്തു. ഉള്ളിയൊക്കെ അതിനകത്ത് മറ്റേ ഒരു ചോപ്പറുണ്ട്, അതിനകത്ത് വെച്ച് വേണമെങ്കിൽ അരിയാം. പക്ഷേ ഈ മലക്കറി എല്ലാം കൂടെ കുറച്ച് വലുതായിട്ട് കിടക്കുമ്പോഴാണ് കാണാനൊരു ഭംഗി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ കൈകൊണ്ട് അരിയുന്നത്. അല്ല ചോപ്പർ വെച്ച് അരിഞ്ഞു കഴിഞ്ഞാൽ കുനുകുനായി പോകും. ഇതാകുമ്പോൾ കാണാനൊരു വെജിറ്റബിൾ സ്റ്റൂ അല്ലേ, അത് കാണാൻ ഒരു ഭംഗി വേണം. അതുകൊണ്ടാണ് കുറച്ചിങ്ങനെ കൈ കൊണ്ടങ്ങ് അരിഞ്ഞെടുക്കുന്നത്. അപ്പം ഞാൻ എല്ലാം അരിഞ്ഞ് മറക്കിയിട്ട് കുക്കറിനകത്തോട്ടെല്ലാം ഇട്ടിട്ട് കുറച്ചും കൂടി ശകലം കൂടെ വെള്ളം ഒഴിക്കാൻ വേണ്ടി അരിഞ്ഞു വെച്ച പാത്രത്തിനകത്ത് നിന്ന് ഒരു ശകലം വെള്ളം എടുത്തോട്ട് വന്ന് കുക്കറിനകത്തോട്ട് ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒരു 2 വിസിലും കൂടെ കേൾപ്പിച്ചാൽ മതി. കാരണം നമ്മുടെ ഗ്രീൻ പീസ് ഒരു 3-4 വിസിൽ കേൾപ്പിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്തോട്ട് ഒരു 2 വിസിലും കൂടെ കേട്ടാൽ വെജിറ്റബിൾ ഒന്ന് വെന്ത് കിട്ടും. ഒരുപാട് അങ്ങ് വെന്ത് പോകണ്ട, വെജിറ്റബിൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. അങ്ങനെ അതൊക്കെ എടുത്തു വെച്ച് പിന്നെ ഞാൻ അപ്പം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകളാണ്. ഇത് അവിടെ ഇരുന്ന് വേവും. അപ്പോഴത്തേക്ക് ബേബിയമ്മ ജനലിന്റെ അടുത്ത് വന്നിരുന്ന് എൻ്റെ അടുത്ത് എപ്പോൾ വന്നു, എങ്ങനെ വന്നു എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞാൻ എന്നാ വന്നെന്നുള്ള കഥയൊക്കെ പറഞ്ഞ് ബേബിയമ്മ അങ്ങനെ കഥയൊക്കെ കേട്ടിട്ട് പോയി. പിന്നെ ഞാൻ അപ്പം ചുടാൻ വേണ്ടി പാത്രമൊക്കെ എടുത്ത് വെച്ച് അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എപ്പോഴും ടെൻഷനാണ്. മിക്കവാറും ഈ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ശരിയാവാറില്ല. അധികം ഉണ്ടാക്കുന്ന ആൾക്കാർക്കെല്ലാം അറിയാം. ചില സമയത്ത് ഇതൊക്കെ അങ്ങ് ഫ്ലോപ്പ് ആയി പോകും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചേർക്കുന്ന കുറഞ്ഞോ കൂടിയോ ഒക്കെ പോകുന്ന സമയത്തായിരിക്കും. പക്ഷെ ഇന്നുണ്ടാക്കിയത് നല്ല രീതിയിൽ വന്നു. പിന്നെ പാലെടുത്തുകൊണ്ട് രാവിലെ വെച്ചിരുന്നു. അങ്ങനെ പാല് കാച്ചാനായിട്ട് എടുത്ത് ഇൻഡക്ഷനകത്തോട്ട് വെച്ച് പിന്നെ അപ്പം ചൂടാനായിട്ട് വെച്ചു. അപ്പോഴത്തേക്ക് അച്ചു വന്നു പാല് കാച്ചി ബൂസ്റ്റൊക്കെ ഇട്ട് പിള്ളേർക്ക് ഒഴിച്ചു കൊടുത്തു. അതിനോട് കുറച്ച് ഈത്തപ്പഴം എടുത്ത് തന്നു കഴിക്കാൻ വേണ്ടി. കാരണം എനിക്ക് ബ്ലഡ് വീണ്ടും കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇത് കൊള്ളാത്തൊരു ഈത്തപ്പഴമായിരുന്നു, പഴുത്തില്ല, കയ്പ്പ് ഉണ്ട്, ഒരു കറ പോലെ. പിന്നെ ഞാൻ അതിൽ നിന്ന് ഇച്ചിരി പാലൊക്കെ എടുത്ത് കുടിച്ച് ഈത്തപ്പഴമൊക്കെ തിന്ന് അവിടെ നിന്നോ. എന്നിട്ട് പിന്നെ അപ്പമൊക്കെ ചുട്ട് എടുത്തു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ബാക്കി തേങ്ങ തിരിങ്ങി അരച്ചിടണം ഇതിനകത്തോട്ട്. അപ്പം ഞാൻ ഏലക്ക പോയി എടുക്കുവാണ്. ഞാൻ ഏലക്കയും കുരുമുളകും പിന്നെ മസാലപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് അരയ്ക്കുന്നത്. മസാല ഒരു 2 ഏലക്ക,
കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് തേങ്ങയും കൂടി ഇട്ട് അരയ്ക്കും. വേറെ ഒന്നും ചേർക്കത്തില്ല. അത് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കും. ഇതുപോലെ അരച്ചെടുക്കും. ഒരുപാടങ്ങ് പേസ്റ്റ് ആക്കത്തില്ല, ഒരു ചെറിയ തരി അതും കൂടെ അതിനകത്ത് ഇട്ടങ്ങ് നന്നായിട്ട് ഞാനങ്ങ് ഇളക്കി. ഇപ്പം ഞാൻ തീ കത്തിക്കത്തില്ല. കുറച്ച് സമയം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി കുറച്ച് കിഴങ്ങൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ചൊക്കെ ചേർത്ത് അതൊന്ന് കുറുകിയിരിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് എല്ലാം കൂടെ ഒന്ന് ഉടച്ചൊക്കെ ചേർത്തതിന് ശേഷം മാത്രമേ ഞാൻ തീ കത്തിക്കൂ. എല്ലാവരും എല്ലാ ആഹാരവും ഒരുപോലെ ആയിരിക്കില്ല ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സൗകര്യത്തിനുണ്ടാക്കും, മറ്റു പലരും പലരുടെ സൗകര്യത്തിനുണ്ടാക്കും. നമ്മൾ ചിലപ്പോൾ എളുപ്പത്തിന് വേണ്ടി പലതും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ വേണ്ടി ചെയ്യും. എന്നോട് പലരും വിളിച്ചിട്ട് ചോദിക്കും, ഇങ്ങനെയാണോ ചെയ്യുന്നത്, അങ്ങനല്ലേ ചെയ്യുന്നതെന്ന്. പക്ഷെ നമ്മൾ ചെയ്യുന്ന കണക്ക് നമ്മൾ ചെയ്യും, നിങ്ങൾ ചെയ്യുന്ന കണക്ക് നിങ്ങൾ ചെയ്യും, അത്രേ ഉള്ളൂ. എല്ലാവരും ഒരേ കണക്കല്ല. ഓരോ ആഹാരവും ഓരോരുത്തരും ഓരോ രീതിയിൽ ഉണ്ടാക്കും. ഞാൻ പണ്ട് മുതലേ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് ഈ എളുപ്പ പണികളാണ് കൂടുതലും നോക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ കുറച്ച് എളുപ്പമുള്ള ജോലികളാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് കുറച്ച് സമാധാനമായിട്ട് ചെയ്യാന്നുള്ളത് കൊണ്ട് കുറച്ച് സമാധാനമായിട്ട് കുറച്ചും കൂടെയൊക്കെ എണ്ണയ്ക്കകത്തൊക്കെ മെഴുകിയോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ അല്ലാത്ത സമയത്ത് കുറച്ച് സ്പീഡിന് ചെയ്യേണ്ട സമയത്ത് സ്പീഡിന് ചെയ്യും. അങ്ങനെ നമ്മളുടെ സ്റ്റൂവിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെയൊക്കെ ഇട്ട് കൊടുത്ത് ഇളക്കി. ഉപ്പ് കുറച്ചും കൂടെ വേണമായിരുന്നു. അങ്ങനെ 3-4 ട്രിപ്പ് ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാനൊന്ന് ഗ്യാസ് ഓണാക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. കാരണം തേങ്ങാപ്പാലല്ല, തേങ്ങ അരച്ച് ചേർത്തത് കൊണ്ട് അത് കൂടുതലങ്ങ് ആയിക്കഴിഞ്ഞാൽ അല്ലാണ്ട് പിരിഞ്ഞണക്കിരിക്കും. അപ്പോൾ ഒന്ന് ചൂടാക്കിയിട്ട് അങ്ങ് ഓഫ് ചെയ്യാം. അപ്പം നല്ല സൂപ്പറായിട്ട് വന്നതിൻ്റെ ഒരു സന്തോഷമാണ് ഞാൻ കാണിച്ചത്. അപ്പം നന്നായിട്ട് കിട്ടി. അപ്പം അത് കിട്ടുമ്പോഴത്തേക്ക് ഒരു സന്തോഷം ഉണ്ടല്ലോ. പിന്നെ ഞാൻ ഗൗരിക്കുള്ള ആഹാരം എടുത്തുകൊണ്ട് കൊടുത്ത് ഗൗരിനെ ഒന്ന് കുളിപ്പിച്ച് കൊണ്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഗൗരിയും കൊണ്ട് എങ്ങനെ അവിടെ ചെന്ന് ഇരിക്കുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം ഗൗരി കാല് ചമണം പൂട്ടി ഇരിക്കാനൊന്നും പറ്റത്തില്ല. കാല് നൂത്ത് വെച്ചൊക്കെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. ഗൗരി അകപ്പാട് കരച്ചിലും വിഷമമാണ്. എങ്ങനെ പോകുമെന്ന്. ഇന്നലെ വൈകിട്ട് ഒപ്പിച്ച പരിപാടിയാണ്. കുഞ്ഞാറ്റയും ആര്യയായിട്ട് കളിക്കാൻ പോയതാണ്. സൈക്കിളിൽ നിന്ന് വന്ന് താഴെ വീണു. അങ്ങനെ താഴെ വീണ് മുട്ട് നല്ല ഒരഞ്ഞു പോയി. തൊലി നന്നായിട്ട് ഒരഞ്ഞിട്ടുണ്ട് ഒരു മുട്ടില്. അതുകൊണ്ട് പിന്നെ കണ്ണം വന്ന് കുളിച്ചിട്ട് അമ്പലത്തിൽ പോയി ചില്ലറ എടുക്കാൻ വന്നതാണ്. പിന്നെ ഞാൻ കിടന്ന പാത്രം എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് നമുക്ക് അമ്പലത്തിലോട്ട് പോകേണ്ട എല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് പോകാൻ വേണ്ടി പാത്രങ്ങളെല്ലാം കഴുകി മാറ്റി നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ വീടൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ട് പോകണം. പ്രത്യേകിച്ചും അടുക്കള എച്ചി പാത്രങ്ങളൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ വരുമ്പോൾ നമുക്കൊരുമാതിരി ഭ്രാന്ത് പിടിക്കും. എല്ലാവർക്കും കൊണ്ടുവന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എനിക്ക് എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരുമ്പോൾ അടുക്കളയൊക്കെ വൃത്തിയായിട്ട് കിടക്കുന്നതാണെന്ന് എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ നമുക്കൊരു ക്ഷീണം കാണത്തില്ല. അപ്പം നമുക്ക് എവിടെയെങ്കിലും വന്ന് കിടക്കുകയോ ഇരിക്കുകയോ എന്തെങ്കിലും ചെയ്യാം. പിന്നെ വന്നിട്ട് ഈ പാത്രങ്ങൾ കഴുകാനും പിന്നെ എടുക്കാനും എനിക്കത് വലിയ പാടാട്ടോ. അതുകൊണ്ടാണ് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഇതെല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് തന്നെ മാക്സിമം പോകാൻ നോക്കുന്നത്. അപ്പോൾ പോയി കുളിച്ച് വൃത്തിയായിട്ടൊക്കെ വന്ന് ഇവരെല്ലാം കൊണ്ട് പോകാൻ പോവാണ്. ഇത് അമ്മുവാണ് കൂടെ നിൽക്കുന്നത്. അമ്മുവിൻ്റെ അമ്മയ്ക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് അമ്മുവിനെ രാവിലെ അവളുടെ മാമൻ കൊണ്ടാക്കി. പിന്നെ ഞാൻ അമ്മുവിനെ ഒരുക്കി, ഗൗരിയെ ഒരുക്കിയത് ലിജിയാണ്. പിന്നെ കുഞ്ഞാറ്റയുണ്ട്. കുഞ്ഞാറ്റ പൂജയ്ക്ക് ഇരിക്കുന്നില്ല. അതുകൊണ്ട് ഇവളുമാർക്ക് തലയിൽ പൂവ് ഇടിക്കാൻ വേണ്ടി വെച്ചിരുന്നത് പിന്നെ അമ്മുവിന് ഞാൻ വെച്ചു കൊടുത്തു. പിന്നെ കണ്ണനും വരുന്നുണ്ട്. കണ്ണൻ എന്തോ വല്ലായ്മയുണ്ട് വരുന്നതിനോട്. അവിടെ വന്ന് കുറേ സമയം നിൽക്കണമെന്നുള്ളതുകൊണ്ട് കുഞ്ഞാറ്റ പൂജയ്ക്ക് ഇരിക്കാത്തതുകൊണ്ട് കുഞ്ഞാറ്റയ്ക്ക് പൂ വെച്ചു കൊടുത്തില്ല. കാരണം ഇവർക്ക് രണ്ടുപേർക്കും കൂടെ വേണ്ടിയിട്ട് പൂ മേടിച്ചപ്പോഴാണ് അമ്മ വന്നത്. പിന്നെ അമ്മുവിന് ഞാൻ ആ പൂ വെച്ചു കൊടുത്ത്. അങ്ങനെ കുഞ്ഞാറ്റയ്ക്ക് പൂ വെച്ചു കൊടുത്തില്ല. അങ്ങനെ ഞങ്ങൾ അനിയാമ്മൻ്റെ ആട്ടോ വിളിച്ചു വന്നിരുന്നു. അനിയാമ്മ 10 മണിയായപ്പോൾ തന്നെ കറക്റ്റായിട്ട് വന്നു. ഞങ്ങൾ ഇത്തിരി ലേറ്റായി. അനിയാമ്മ അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഓട്ടോയ്ക്കകത്ത് കയറിയിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ അനിയാമ്മൻ്റെ ഓട്ടോയ്ക്കകത്ത് കൂനമ്പായിക്കുളം ക്ഷേത്രത്തിലോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അനിയാമ്മന് ഓട്ടോ കാശൊക്കെ കൊടുത്ത് അനിയാമ്മൻ്റെ അടുത്ത് കഥയൊക്കെ പറഞ്ഞ് ഇവിടെയാണ് ഞങ്ങൾ എത്തിയത്. വലിയ കൂനമ്പായിക്കുളം ശ്രീ ഭദ്രകാളി ക്ഷേത്രം. അങ്ങനെ അവിടെ ചെന്ന് ചെരുപ്പൊക്കെ ഊരിയിട്ട് അമ്മുവിൻ്റെ അപ്പച്ചിയുടെ വീട് അതിൻ്റെ തൊട്ടടുത്താണ്. അമ്മുവിൻ്റെ അപ്പച്ചി നേരത്തെ വന്ന് ടോക്കൺ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് അമ്മുവിൻ്റെ അമ്മ ഞങ്ങൾ വണ്ടി ഇരുന്നപ്പോഴേ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അമ്മുവിൻ്റെ അപ്പച്ചിയെ ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ അമ്മുവിനറിയാം. അപ്പോൾ അമ്മുവിനോട് എവിടെ നിൽക്കുന്നു അപ്പച്ചി എന്നൊക്കെ നോക്കിയപ്പോൾ അവിടെ എങ്ങും ഇല്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മുവിൻ്റെ അമ്മ വിളിച്ചിട്ട് അമ്പലത്തിൽ സർപ്പക്കാവിൻ്റെ അടുത്ത് നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കണ്ണനും അമ്മവും കുഞ്ഞാറ്റയും കൂടെ അങ്ങോട്ട് പോയി. ഗൗരീനെ അവിടം വരെ നടത്തിച്ചുകൊണ്ട് പോകാൻ വയ്യാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ ടോക്കണൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ അമ്പലത്തിനകത്തൊക്കെ കയറി തൊഴുത് അർച്ചനയൊക്കെ നടത്തി. ആ അർച്ചനയുടെ പ്രസാദം എല്ലാം കൂടെ പിന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു ആൻറ്റി കവർ തന്നു. ആ കവറിനകത്ത് മേടിച്ചിട്ടുണ്ട് വന്നു. ഇവിടെ ഇങ്ങനെ മണി കെട്ടും. ഗൗരിയെ ഒരിക്കൽ കുഞ്ഞിലെ കൊണ്ടുപോയപ്പോൾ ഗൗരി അതിൽ നിന്നൊരു മണി എടുത്തുകൊണ്ട് വന്നു. ഞാൻ കണ്ടില്ല, വീട്ടിൽ വന്നപ്പോഴാണ് കണ്ടത്. അന്ന് ഞാൻ പാറു ഇവിടെ വന്നപ്പം പാറുവിൻ്റെ അടുത്ത് പറഞ്ഞെടി ഈ മണി ഇതേണൊക്കെ അവൾ അമ്പലത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതെന്ന് പറഞ്ഞപ്പം പാറു പറഞ്ഞു അങ്ങനെ എടുത്തുകൂടാ, നമ്മൾ ഓരോരുത്തരും ഓരോ ആഗ്രഹങ്ങളൊക്കെ വിചാരിച്ച് കെട്ടുന്നതല്ലേ, അത് എടുത്തുകൊണ്ട് വരുന്നത് ദോഷമായിരിക്കും, നീ ഇത് പോകുമ്പോൾ തിരിച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ ഞാൻ അന്ന് ആ മണി തിന്നെ കൊണ്ടുവന്ന് അവിടെ തിരിച്ച് കെട്ടിയിട്ടായിരുന്നു. ഒത്തിരി നാളെ മുമ്പാട്ടൊക്കെ ഒരു കുഞ്ഞായ സമയത്തൊക്കെ ഒരു കുഞ്ഞിലെ കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് വന്നത് ഞാൻ കണ്ടില്ല. ഇവിടെ വന്ന് വണ്ടിക്കകത്ത് എന്തോ കയറി കഴിഞ്ഞപ്പോഴാണ് കണ്ടത്. പിന്നെ അതിങ്ങ് കൊണ്ടുപോരുന്നു. പിന്നെ ഇത് പറഞ്ഞപ്പോൾ പിന്നെ അത് സങ്കടമായിട്ട് പിന്നെ തിരിച്ചത് ഒരൊക്കെ പോയപ്പോൾ അങ്ങ് കൊടുത്തു വിട്ടോ.
അമ്മു ഗൗരിയുടെ ക്ലാസ്സിൽ പഠിക്കട്ടെ. കുഞ്ഞാറ്റ ആദ്യമായിട്ടാണ് അമ്മുനെ കാണുന്നത്. അമ്മുന്റെ പേര് അനഘയെന്ന, അമ്മു എന്ന് വിളിക്കുന്നതാ. പക്ഷെ കുഞ്ഞാറ്റയെ അവർ മൂന്നുപേരും ഭയങ്കരമായിട്ട് അങ്ങ് കമ്പനിയായി. കുഞ്ഞാറ്റ അവരുമായിട്ട് നല്ല അടുപ്പമായി. അവളുമാർ രണ്ടുപേരും ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്, ഗൗരിയും അമ്മുവും. കുഞ്ഞാറ്റ വേറെ സ്കൂളിലാണ് പഠിക്കുന്നത്. പക്ഷെ അവര് ഭയങ്കരമായിട്ടും കമ്പനി. അല്ലെങ്കിൽ അങ്ങനെയല്ല, കുഞ്ഞുങ്ങൾ എവിടെ ചെന്നാലും അവർ പെട്ടെന്ന് അങ്ങ് എടുക്കും. പിന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ പിടിച്ചു നിർത്തി. അമ്മു ചിരിക്കത്തില്ല. അങ്ങനെ ഞാൻ അമ്മുനോട് ചിരിയമ്മോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത്, അങ്ങനെ ഗൗരിക്കാണെങ്കിൽ കാല് വയ്യ, കുറെ സമയം നിൽക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അപ്പോഴത്തേക്ക് കുഞ്ഞു മക്കളൊക്കെ വരാൻ തുടങ്ങി. ഞങ്ങൾക്ക് 19, 20 ആയിരുന്നു കിട്ടിയത്. എനിക്ക് തോന്നുന്നു 250 മുകളിൽ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു ടോക്കൺ. ഞങ്ങൾ കണ്ടായിരുന്നു 10, 230 അടുപ്പിച്ചൊക്കെ പിള്ളേരുണ്ടായിരുന്നു. പിന്നെ അപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളൊക്കെ വന്ന് തുടങ്ങിയിരുന്നു. അപ്പോഴത്തേക്ക് ഒരുവിധ ആളൊക്കെ ഞങ്ങൾ കുറച്ച് നേരത്തെ ചെന്നിരുന്നു. കാരണം നമ്മൾ ആദ്യമായിട്ട് പോകുന്നുണ്ട്, നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. സമയത്ത് ചെന്നാൽ ഓടിച്ചൊന്നും ബഹളം വെക്കണ്ടല്ലേ എന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് ടോക്കൺ വിളിക്കാൻ തുടങ്ങി. ആദ്യമുള്ള 50 പേര് അടുത്തോട്ട് വന്ന് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവർ രണ്ടുപേരെയും കൊണ്ട് അടുത്തോട്ട് ചെന്ന് നിന്നപ്പോഴത്തേക്ക് ഗൗരിക്ക് കാല് വയ്യാത്തതുകൊണ്ട് ക്യൂ നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് രായേഷ് ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ രായേഷ് പിടിച്ച് അടുത്ത് നിർത്തിയിരുന്നു. ആദ്യം ഇവരുടെ കാല് കഴുകൽ പൂജയാണ്. കാല് കഴുകൽ പൂജയല്ല, കാല് കഴുകി ഇവരെ അകത്തോട്ട് കയറ്റിവിടും. അപ്പൊ ഇവർക്ക് കാല് കഴുകാനുള്ള ഒരു മഞ്ഞൾ എന്തൊക്കെയോ ഇട്ടൊരു മിക്സ് ചെയ്ത് ഒരു വെള്ളം കൊണ്ട് അവിടെ വെച്ചിരുന്നു. അതിനകത്ത് അതൊഴിച്ചിട്ടാണ് ഇവരുടെ കാല് കഴുകുന്നത്. അപ്പൊ ഓരോ കുഞ്ഞുങ്ങളെ വിളിച്ച് അവർ കാല് കഴുകി. ഇതൊന്നും ചെയ്യുന്നത് അവിടുത്തെ അമ്പലത്തിലെ പൂജാരിമാരും ആരും അല്ല കേട്ടോ, അവിടുത്തെ കമ്മിറ്റി അംഗങ്ങളും മറ്റുള്ളവരും ഒക്കെ ചേർന്നിട്ടാണ്. അവരുടെ ഒരു കൂട്ടായ്മയാണ് കേട്ടോ ഈ അമ്പലത്തിന്റെ ഒരു വിജയം എന്ന് പറയുന്നത്. സത്യത്തിൽ അത് നല്ല രീതിയിൽ അറിയാൻ പറ്റും. കാരണം അവരാരും എന്ത് കാര്യത്തിനും പിന്നോട്ട് മാറി നിൽക്കില്ല. എന്ത് കാര്യം വന്നാലും അവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ അമ്പലം ഇത്രയും വിജയിച്ചിരിക്കുന്നത്. ഇന്ന് അവിടെ ചെന്നപ്പോൾ എനിക്ക് നല്ല വൃത്തിയായിട്ട് മനസ്സിലായി. കാരണം പലർക്കും പല സ്വഭാവമുള്ള ആൾക്കാർ കാണും, പല രീതിയിലുള്ള ആൾക്കാർ കാണും. പക്ഷെ ഒരു കാര്യം വരുമ്പോൾ ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ അമ്പലത്തിന് ഇത്രയും ഉയർച്ച ഉണ്ടാവുന്നത് എന്ന് എനിക്ക് നല്ല വൃത്തിയായിട്ട് ഇന്ന് മനസ്സിലായി. കാരണം എല്ലാ ആൾക്കാരും ഓടി നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആരോടും അവർക്ക് പരിഭവമില്ല, ദേഷ്യമില്ല. അവരെന്ത് കാര്യം ഉണ്ടെങ്കിലും അവരെല്ലാം ഓടി നടന്ന് ചെയ്യുന്നു. അപ്പൊ അവരെ കാലൊക്കെ കഴുകിയിട്ട് ഇവിടെ വന്ന് ഈ ശാന്തിമാർ അവർക്ക് പൊട്ടൊക്കെ തൊട്ട് കൊടുക്കും, ചന്ദനം തൊട്ട് കൊടുക്കും. ചന്ദനം തൊട്ട് കൊടുത്തിട്ട് അവരത് ഈ മണ്ഡപത്തിലോട്ട് നിരത്തിയിരുത്തും. ഈ മണ്ഡപത്തിലോട്ട് നിരത്തിയിരുത്തുമ്പോഴും അതിനകത്തും ഉള്ളത് അവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾ കൂടുതൽ വരും. ആകെ ഉള്ളത് 2 3 ശാന്തിമാര് മാത്രമാണ്. കാരണം ഗൗരിക്ക് കാല് വയ്യാത്ത ഇരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞതുകൊണ്ട് ഗൗരിക്ക് അതിന്റെ ഇടയ്ക്ക് ഒരു കസേര ഇട്ട് കൊടുത്ത് ഗൗരീനെ അവിടെ ഇരുത്തി. പിന്നെ ബാക്കിയുള്ള കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് ഇരുത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഗൗരീനെയും കാണുന്നില്ല, കസേരയും കാണുന്നില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഗൗരീനെ അങ്ങേ അറ്റത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നു കസേരയിട്ട്. അപ്പൊ എനിക്ക് ടെൻഷനായി. കാരണം ഗൗരി അവിടെ ഇരുന്നില്ലെങ്കിൽ ഗൗരിക്ക് അതൊരു വെപ്രാളം കൂടും. അങ്ങനെ പിന്നെ ഞാൻ ഗൗരിയുടെ അടുത്തോട്ട് പോകാന്ന് വെച്ചിട്ട് തിരിച്ച് ബാക്കിൽ കൂടെ ഞാനും കണ്ണനും കുഞ്ഞാറ്റയും കൂടെ ഗൗരിയുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് ഗൗരിക്ക് VIP ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഗൗരിക്ക് ഒരു സ്റ്റൂളൊക്കെ ഇട്ട് കൊടുത്ത് അതിന്റെ പുറത്ത് ഇലയൊക്കെ ഇരിക്കാനുള്ള പേപ്പറൊക്കെ ഇട്ട് കൊടുത്ത് ഇരുത്തിയിരുന്നു. അപ്പൊ കുഞ്ഞുങ്ങളെല്ലാം താഴോട്ട് ഇരുത്തി കുഞ്ഞുങ്ങൾക്കെല്ലാം ഇലയൊക്കെ ഇട്ട് വിളമ്പാനുണ്ട്. ഇവർക്ക് ഫുഡ് കൊടുക്കുന്ന രീതിയാണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇലയൊക്കെ ഇട്ട് കൊടുത്തു, പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഗ്ലാസ് വെച്ച്. ഇതെല്ലാം ചെയ്യുന്നത് കണ്ടു. അവിടുത്തെ കമ്മിറ്റി അംഗങ്ങളാണ്, അവരൊക്കെ ഒരേ മനസ്സോടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. പലർക്കും പല സ്വഭാവം ഉണ്ടെങ്കിലും നമ്മളൊരു കാര്യം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വിജയം. ഒരു പരിപാടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന എന്ത് പരിപാടിയാണെങ്കിലും അത് വിജയിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ആ നാട്ടിലെ ആൾക്കാരുടെ അല്ലെങ്കിൽ നമ്മൾ ചേർന്ന കമ്മിറ്റിക്കാരുടെ ഒക്കെ ഒരു കൂട്ടായ പ്രവൃത്തിയാണ്. നമ്മൾ ആരൊക്കെയാണോ അതിൽ ഉൾപ്പെടുന്നത് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ആ പരിപാടി ഒരു വൻ വിജയമാക്കി മാറ്റുന്നത്. അത് പലർക്കും മനസ്സിലാവില്ല. പല കാര്യങ്ങൾ കൊണ്ട് മാറി നിൽക്കും, പല പ്രശ്നങ്ങൾ കൊണ്ട് മാറി നിൽക്കും, പലരോടുള്ള വാശി കൊണ്ട് പലരും മാറി നിൽക്കും. അപ്പോഴാണ് ഓരോ പരിപാടികളും വിജയത്തിലെത്താത്തതും എങ്ങും എത്താതെയാവുന്നത്. വേണ്ടേ അവര് കണ്ടോ, എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇത്രയും ആഹായി കുഞ്ഞുങ്ങൾക്കെല്ലാം ഇതെല്ലാം വിളമ്പിയതും. അവർക്ക് പരിപ്പ്, ചോറ്, പായസം, പപ്പടം, പിന്നെ ശർക്കര വരട്ടി, കിച്ചടി, പഴം, അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു സദ്യയാണ് കൊടുക്കുന്നത്. അപ്പൊ ഗൗരിക്കും എല്ലാ സാധനങ്ങളും കിട്ടി. എനിക്ക് സത്യത്തിൽ ഗൗരി ഇവിടെ മാറ്റിയിരുത്തിയപ്പോൾ ഒരു പേടിയായിരുന്നു, കുഞ്ഞിനെ എല്ലാം കിട്ടുമോ, എല്ലാം ശ്രദ്ധിക്കുമെന്ന്. പക്ഷെ അവര് പറഞ്ഞു ഒന്നും പേടിക്കേണ്ട, എല്ലാ കാര്യങ്ങളും കുഞ്ഞിനും കൊടുത്തിട്ടേ ചെയ്യത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു മോള് ഞാൻ കാല് നീട്ടി ഇരുത്താന്ന് പറഞ്ഞപ്പോ അവർ ഒരു വിധത്തിൽ സമ്മതിച്ചു. അയ്യോ വയ്യാത്ത കുഞ്ഞല്ലേ, അവിടെ ഇരുന്നോട്ട്, അവള് കുഴപ്പമില്ല. പക്ഷെ അവരെല്ലാ കാര്യങ്ങളും മോളെയും കൂടെ ഉൾപ്പെടുത്തി തന്നെയാണ് ചെയ്തത്. അത് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അത് കഴിഞ്ഞിട്ട് പൂജ
പൂജാരി വന്നു അവരുടെ എല്ലാവരെയും മറ്റേ ചന്ദനത്തിരിയും തിരികളും എല്ലാം കൊണ്ടുവന്നൊക്കെ ഓതാനോ ധ്യാനോ അങ്ങനെ എന്തു പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ അതെല്ലാം കൊണ്ടുവന്നു. പിന്നെ കുഞ്ഞുങ്ങളോടത്തെല്ലാം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാം ഫുഡ് കഴിച്ച് ഇവര് ദേവിയായിട്ട് ഇങ്ങനെ സങ്കല്പിച്ച് പൂജ നടത്തും എന്നാണ് എൻ്റെ അടുത്ത് വിഘ്നേശ്വരി പറഞ്ഞത്. വിഘ്നേശ്വരി പണ്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് താമസിച്ചിരുന്നതാണ്. അവളെ കല്യാണം കഴിച്ചുകൊണ്ട് പോയത് ഇവിടെയാണ്. അവളുടെ ഹസ്ബൻഡാണ് രാജേഷ്, നേരത്തെ ഞാൻ പറഞ്ഞ. അപ്പോൾ അവർക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം. അവളുടെ മക്കൾ രണ്ടുപേരും ചെയ്യുന്നതാണ്. അപ്പോൾ അവളോട് ഞാൻ ചോദിച്ചപ്പം പറഞ്ഞത് ദേവിയെ പോലെ അവരെ ഒരു എന്തരാക്കി ഇരുത്തിയിട്ട് ദേവിക്ക് കൊടുക്കുന്നതാണൊക്കെ അവർക്ക് ആഹാരവും കാര്യങ്ങളും എല്ലാം കൊടുക്കും. അങ്ങനെയാണ് അവരുടെ ഊട്ടുന്നത് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതെല്ലാം അവർ നല്ല വൃത്തിയായിട്ട് ചെയ്ത് ഇത്രയും ആൾക്കാരും തിരക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒന്നിനും ഒരു വെപ്രാളോ ഒന്നും കാണിക്കാതെ വളരെ നീറ്റായിട്ട് അവരെല്ലാ കാര്യങ്ങളും ചെയ്ത് ഗൗരിക്ക് ഇങ്ങനെയുള്ള ആഹാരമൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടം ഇതൊക്കെ കഴിക്കും. പക്ഷെ കണ്ണനാണെങ്കിൽ ഇതൊന്നും വലിയ താല്പര്യമില്ലാത്ത കാര്യം. അങ്ങനെ ഗൗരി എല്ലാം കഴിച്ച് അത് കഴിഞ്ഞിട്ടാണ് അവർ ചെയ്തത് കണ്ടോ. അവർ തന്നെ കൊണ്ട് നടന്ന് ഓരോ കുഞ്ഞുങ്ങളടുത്തും ചെന്ന് ട്രേക്കകത്ത് വെള്ളവും കൊണ്ട് ചെന്നിട്ട് കൈ കഴിക്കുക കേട്ടോ. കഴിക്കത്തില്ല, കൈ കഴിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഓരോ സമ്മാനങ്ങളൊക്കെ കൊടുത്തു കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ശാന്തി വന്നു എല്ലാവർക്കും പുഷ്പമൊക്കെ ഇട്ട്. ഗൗരിക്ക് നേരത്തെ പുഷ്പം ഇട്ടിട്ടായിരുന്നു അങ്ങോട്ട് പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും പൂജയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ പേരൻസിനെ ഒന്നും അകത്തോട്ട് കയറ്റത്തില്ല കേട്ടോ. ഈ കുഞ്ഞുങ്ങളെ മാത്രമേ അവർ അകത്തോട്ട് കയറ്റത്തുള്ളൂ. ബാക്കി എല്ലാവരും പുറത്ത് നിൽക്കാനേ പറയത്തുള്ളൂ. പക്ഷെ അത് നല്ലൊരു കാര്യമാണ്. കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യവും അവർ തന്നെ ചെയ്യും. പിന്നെ എല്ലാവർക്കും ആരതിയൊക്കെ ആരതി ഒഴിയുന്നതനുസരിച്ച് കുഞ്ഞുങ്ങൾ ഓരോരുത്തരായിട്ട് അവർ പുറത്തോട്ട് ഇറക്കും. അവിടെപ്പോൾ അവരുടെ രക്ഷകർത്താക്കളോ അമ്മമാരോ മറ്റുള്ളവരൊക്കെ നിൽക്കും. അപ്പോൾ അവരടുത്തോട്ട് അങ്ങ് പോകും അവര്. അപ്പോൾ ഇവരിവിടുന്ന് ഫുഡ് കഴിച്ചു. പിന്നെ ഈ രണ്ട് കുടുംബത്തികളുണ്ടോ, ഇവന്മാർ എണീക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവിടുന്ന് ചാടി എണീറ്റ് അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടായിരുന്നു. അത്രയും സമയം അവളുമാർ അവിടെ ഇരുന്ന് കേട്ടോ. അതുവരെ ഒരു ശല്യമില്ലായിരുന്നു. പിന്നെ എല്ലാവർക്കും ആരതിയൊക്കെ ഒഴിഞ്ഞ് ദീപമൊക്കെ കൊണ്ടുവന്ന് എല്ലാവരും ദീപത്തിലൊക്കെ തൊട്ടൊക്കെ തൊഴുത്. അങ്ങനെ ഗൗരിയെടുത്തും കൊണ്ടുവന്ന് ഗൗരിയൊക്കെ തൊഴുത് ഇവരിവിടുന്ന് ഫുഡ് കഴിച്ച് ഞങ്ങൾക്കുള്ള ഫുഡ് പുറത്തുണ്ടായിരുന്നു. അന്നദാനം ഉണ്ടായിരുന്നു. ഞാനും കണ്ണനും കുഞ്ഞാറ്റയും കൂടെ അവിടെ പോയി ഫുഡ് കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വന്ന് ചെരുപ്പൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് കപ്പക്കിഴങ്ങും അങ്ങനെ കുറച്ച് സാധനം മാങ്ങയൊക്കെ വാങ്ങിച്ചു. അങ്ങനെ അവിടെ നിന്ന് ചെരുപ്പൊക്കെ പെറുക്കിയിട്ട് ഞങ്ങളൊരു ഓട്ടോയിൽ കയറി അമ്മൂനെ വിളിക്കാൻ അമ്മൂന്റെ സ്റ്റോപ്പിന്റെ അടുത്ത് അമ്മൂന്റെ മാമൻ വന്നായിരുന്നു. അങ്ങനെ അമ്മൂനെ അവിടെ ഇറക്കിയിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങ് പോരുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ.